അപ്പോൾ ഇതാ ഈ പിടിച്ചു നിൽക്കുന്നുണ്ടോ പയറാണ്, നല്ല അടിപൊളി വള്ളിപ്പയർ. അതും ഗ്രോ ബാഗിനകത്ത് കൃഷി ചെയ്ത വള്ളിപ്പയറാണ് കേട്ടോ. എത്രത്തോളം പയർ പിടിച്ച് കിടക്കുന്നത് നോക്കി. ഒരു 4 ഗ്രോ ബാഗിനകത്ത് ഞാൻ വെറുതെ കുത്തിയ പയർ മണിക്കകത്ത് നിന്ന് കിളിച്ചിട്ടുള്ള പയറാണ് ഈ കിടക്കുന്ന മൊത്തം കേട്ടോ. അപ്പം ഈ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന വീഡിയോ, സിമ്പിൾ ആയിട്ട് എങ്ങനെ വീട്ടിൽ ഗ്രോ ബാഗ് നിറയ്ക്കുക എന്നുള്ള ഒരു വീഡിയോ യൂട്യൂബ് ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന് താഴെ കൊടുത്തേക്കാം. ആ വീഡിയോ പോയി ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല സിമ്പിൾ ആയിട്ട് പയർ വേണമെങ്കിൽ പയർ വളർത്താം, കുക്കുംബർ വേണമെങ്കിൽ കുക്കുംബർ വളർത്താം, തക്കാളിയും വളർത്താം. ഈ ഒരു സെയിം ഗ്രോ ബാഗിനകത്ത് ഞാൻ 3 തവണ കൃഷി ചെയ്തിട്ടുണ്ട്. ആദ്യം കുക്കുംബർ കൃഷി ചെയ്തു, അതിനുശേഷം തക്കാളി ചെയ്തു, അതിനുശേഷമാണ് ഞാൻ ഈ സെയിം മണ്ണിനകത്താണ് ഈ പയറുമണി ചുമ്മാ കുത്തിയതാണ്. എന്നിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. നമ്മൾ വളമായിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നതിന്റെ ചുവട്ടില്. അപ്പൊ അതേപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡ് വല്ലപ്പോഴും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് റെയർ ആണ് കേട്ടോ. കൂടുതലും ചാണകമാണ് നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. എങ്കിൽ കൂടി നല്ല അടിപൊളി റിസൾട്ട് കണ്ടതാ. സൂപ്പർ ആയിട്ട് ഇവിടെ എല്ലാം പയറുമണി നല്ല അടിപൊളിയായിട്ട് വളർന്നു കിടക്കുകയാണ്. അതും ഒരു ലിമിറ്റഡ് സ്പേസ് ആണ് കേട്ടോ. ചെറിയൊരു ഏരിയയിൽ 2 തൂണ് കൊടുത്തിട്ട് അതിനകത്തോട്ട് കയറ് വലിച്ച് കെട്ടിയിട്ടാണ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ് വെച്ച് കുരുക്കി കെട്ടിയിട്ടാണ് ഈ പന്തൽ ഒരുക്കി കൊടുത്തത്. നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് ഇതുപോലെ വിളവ് ഉള്ള പയർ കൃഷി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഗ്രോ ബാഗിനകത്ത്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.